ദുരന്തർ എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലോട്ട് തന്നെ പോകാം. നമുക്ക് 2 ദിവസത്തെ വേൾഡ് വൈഡ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കളക്ഷൻ ആണ് പരിശോധിക്കാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് കർണാടകയിലെ കളക്ഷൻ സിനിമയ്ക്ക് അതും 4 ദിവസം കൊണ്ട് 54,14,00,000 തെലുങ്കാന 28,03,00,000. ആന്ധ്രാപ്രദേശ് ഒക്കെ സിനിമയ്ക്ക് 11,48,00,000. തമിഴ്നാട് 16,70,00,000. ഇനി നമ്മുടെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാം. കേരളത്തിലെ സിനിമയ്ക്ക് ആദ്യം 3 ദിവസം കൊണ്ട് 7,12,00,000. 4-ാം ദിവസം ഞായറാഴ്ചയാണ് 2,09,00,000. അങ്ങനെ ടോട്ടൽ 4 ദിവസം കൊണ്ട് സിനിമ കേരളത്തില് 9,21,00,000. കേരളത്തിലെ ഗ്രോസ് കളക്ഷൻ ആയിട്ട് സിനിമയ്ക്ക് 9,21,00,000. അതുപോലെ തന്നെ നെറ്റ് കളക്ഷൻ ആയിട്ട് സിനിമയ്ക്ക് 7,66,00,000. ഓൾമോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ആയിട്ട് സിനിമയ്ക്ക് ഇതുവരെ 4,21,00,000 അപ്രോക്സിമേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. ദുരന്തർ സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ 4 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് വെറും 77,00,000 മാത്രമാണ്. കാരണം ആ ഒരു സിനിമയ്ക്ക് അത്രത്തോളം സ്ക്രീൻ കൗണ്ടും ആ ഒരു ബിഗ് ക്യാൻവാസ് റിലീസ് ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ ദുരന്തർ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് അങ്ങനെ ആയിരുന്നില്ല. നല്ലൊരു ക്യാൻവാസിലാണ് പടത്തിന് റിലീസ് ലഭിച്ചത്. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് സൗത്ത് ഇന്ത്യൻ കളക്ഷൻ മാത്രം 119,56,00,000. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 4 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 739 കോടിയാണ്. എന്തായാലും ബിഗ്ഗസ്റ്റ് ഒരു ഫസ്റ്റ് വീക്കെൻഡ് എവർ തന്നെയാണ് ബോളിവുഡ് സിനിമകളിൽ നമ്മുടെ ദുരന്തർ സിനിമ സെക്കൻഡ് പാർട്ട് നേടിയെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കരസ്ഥമാക്കിയത്. ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് ഹിന്ദി സിനിമകൾ കേരള ബോക്സ് ഓഫീസിൽ 4-ാം സ്ഥാനം തന്നെയാണ് ദുരന്തർ സിനിമയുടെ 2-ാം ഭാഗം കൈവരിച്ചത് 4 ദിവസം കൊണ്ട്. 1-ാം സ്ഥാനം SRKന് ജവാനാണ് 13,40,00,000. 2-ാം സ്ഥാനം വീണ്ടും നമ്മുടെ SRK ആണ് പത്താൻ സിനിമയിൽ 13,10,00,000. 3-ാം സ്ഥാനം നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ അമീർ ഖാനാണ് ഡെങ്കൽ സിനിമ 10,20,00,000. 4-ാം സ്ഥാനം രൺവീർ സിംഗ് ആണ് ദുരന്തർ സിനിമയുടെ സെക്കൻഡ് പാർട്ട്. പിന്നെ നമ്മുടെ 5-ാം സ്ഥാനം ദുരന്തറിന്റെ ആദ്യ ഭാഗമാണ് 8,71,00,000. പിന്നെ 6-ാം സ്ഥാനം പറയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം ആനിമൽ ആണ് ഓൾമോസ്റ്റ് 5,60,00,000 നമ്മുടെ രൺവീർ സിംഗിന്റെ. എന്തായാലും രൺബീർ കപൂറിന്റെ രൺവീർ സിംഗ് എന്തായാലും ഒരു കൊല വേട്ട തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്റെ തൊട്ടടുത്തുള്ള തിയേറ്ററിലൊക്കെ ദുരന്തർ സിനിമയ്ക്ക് കൊല ബുക്കിംഗ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലായിട്ട്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യുന്ന നമുക്ക് ദുരന്തർ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസിനായിട്ട് 2,500 കോടി എടുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. കാരണം നല്ലൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. വെറും 4 ദിവസം കൊണ്ടാണ് സിനിമ 700 കോടിന് മുകളിൽ കളക്ഷൻ കാണുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ദുരന്തർ സിനിമയുടെ കൂടുതൽ കളക്ഷൻ ആയിട്ട്. ഈ സിനിമയുടെ റിവ്യൂവിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വലിയൊരു പ്രൊപ്പഗാൻഡ സിനിമയാണ്. കംപ്ലീറ്റ്ലി മിസ്ലീഡിംഗ് ആണ് സിനിമയുടെ പ്ലോട്ട്. ഒരു ഫ്രിക്ഷൻ എന്ന രീതിയിൽ നമുക്ക് കണ്ടിരിക്കാം സിനിമ എന്ന രീതിയിൽ. അല്ലാതെ സിനിമയുടെ പ്ലോട്ട് ഒന്നും വലിയ രീതിയിൽ നമുക്ക് ചർച്ചാ വിഷയമായിട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ നീണ്ടുപോകും. കാരണം അമ്മാതിരി പ്ലോട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് മിസ്ലീഡിംഗ് ആണ്. പക്ഷേ സിനിമ എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ നല്ലൊരു ആസ്വാദനമാണ്. ഞാൻ സിനിമ കണ്ടതാണ്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നൽകാൻ പോകും. 4 മണിക്കൂറിനുള്ള സാധനമുണ്ട് സിനിമ. ഒരു ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. മ്യൂസിക് ഒക്കെ പുറത്താണ്. കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ കൺബുക്ക് ചെയ്യപ്പെടുക. കൂടുതൽ സിനിമ വാർത്തകളും കളക്ഷൻ അപ്ഡേറ്റും സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റോക്സ് യൂസ് ചാനൽ.